गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्परा। നമ്മൾ നാരദീയ ഭക്തിസൂത്രങ്ങളിൽ 37 സൂത്രങ്ങളാണ് ശ്രദ്ധിച്ചത്. അവിടെ അവസാനം പറഞ്ഞത് 34 സൂത്രത്തിൽ തസ്യാഹ സാധനാനി ഗായന്തി ആചാര്യാഹ, അവളുടെ സാധനങ്ങളെ ആചാര്യന്മാർ പാടുന്നു എന്നാണ്. എന്നുവെച്ചാൽ അർത്ഥം, എങ്ങനെയാണ് ഭക്തി ഉണ്ടാവുക, എങ്ങനെ ഭക്തി ഉണ്ടാവും, നമുക്ക് ഈ ഭക്തി നേടിയെടുക്കാനുള്ള സാധനങ്ങളെ കുറിച്ച് ആചാര്യന്മാർ പാടുന്നു, പറയുന്നു. എന്താണ്? ആദ്യം പറഞ്ഞു തത്വ വിഷയത്യാഗാത് സംഘത്യാഗാത് ച. അതാകട്ടെ വിഷയത്യാഗം കൊണ്ടും സംഘത്യാഗം കൊണ്ടുമാകുന്നു. വിഷയത്യാഗം, സംഘത്യാഗം വിശദമായി നമ്മൾ ചിന്തിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യം, വീണ്ടും പറയേണ്ടതില്ല. 36 സൂത്രം അവ്യാവൃത ഭജനാത്, അവ്യാവൃതമായ പിന്തിരിയാത്ത നിരന്തരമായ ഇടതടവില്ലാത്ത ഭജനം കൊണ്ടും ശുദ്ധഭക്തി ഉണ്ടാവും. 37 സൂത്രം ലോകേപി ഭഗവത് ഗുണശ്രവണ കീർത്തനാത്, ലോകത്തിലും, അതായത് ലോകത്തിൽ വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ട് ലൗകികങ്ങളായ കർത്തവ്യങ്ങളെ നിർവഹിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ ഭാഗമായിട്ട് കഴിയുമ്പോഴും, അതാണ് ലോകേപി, ലോകത്തിലും തന്നെ, ലോകത്തിലാകട്ടെ. എന്താ സൂത്രത്തിന്റെ ഒരു സാധ്യത എന്ന് ചോദിച്ചാൽ, ഇപ്പൊ കഴിഞ്ഞ സൂത്രത്തിൽ പറഞ്ഞു വിഷയത്യാഗം, സംഘത്യാഗം, അവ്യാവൃത ഭജനം എന്നിവ 3 പറഞ്ഞത്. 1 വിഷയത്യാഗം, 2 സംഘത്യാഗം, 3 അവ്യാവൃത ഭജനം. അപ്പൊ അവിടെ ചോദ്യം വരും, ഈ ലോകത്തിൽ വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് വിവിധ കർമ്മവ്യാപാരങ്ങളുടെ നടുക്കാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. മുഴുവൻ സമയവും അവ്യാവൃതമായി ഭജിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ലൗകികമായി പലതരം സംഘങ്ങളുണ്ട്. എന്റെ 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 എന്ന അനേക സംഘങ്ങൾ ലൗകികമായിട്ടുണ്ട്. അത് വേണ്ടാന്ന് പറഞ്ഞപ്പോ ലോകജീവിതം എങ്ങനെ ശരിയാവും? പത്നിയോട് സംഘമുണ്ട്, പതിയോട് സംഘമുണ്ട്, പലതിനോട് സംഘമുണ്ട്. ഉള്ള സംഘത്തെ ഇല്ല എന്ന് പറഞ്ഞിട്ട് പ്രയോജനമില്ല. അപ്പോൾ ഈ ലോകത്തിൽ വിവിധങ്ങളായ സംഘങ്ങളുടെ ഭാഗമായും വിഷയങ്ങളുടെ ഭാഗമായും ജീവിക്കുന്ന മനുഷ്യൻ, അവന് നിരന്തര ഭജനം ചെയ്യാൻ കഴിയില്ല. അപ്പൊ പിന്നെ എങ്ങനെ ഭക്തി ഉണ്ടാവും? ഇതാണ് ചോദ്യം. മനസ്സിലായില്ല? അതായത് എങ്ങനെയാണ് ഭക്തി ഉണ്ടാവുന്നത് എന്ന വിഷയത്തില് വിഷയത്യാഗം, സംഘത്യാഗം, അവ്യാവൃത ഭജനം എന്ന് 3 പറഞ്ഞത്. അപ്പൊ വിവിധങ്ങളായ കർത്തവ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ ഭാഗമായി ലൗകികമായി കഴിയുമ്പോ എങ്ങനെയാണ് ഈ 3 നമ്മൾ പാലിക്കുക? സാധിക്കില്ല. സാധിക്കുന്ന വെറുതെ പ്രസംഗിച്ചാൽ മതി, പ്രസംഗിക്കാം. പക്ഷേ ഒരു കുടുംബ ജീവിതത്തിൽ പലവിധ കർത്തവ്യങ്ങളെ നിർവഹിച്ചു കൊണ്ട് പോകുമ്പോ സംഘത്യാഗം എന്നുള്ളതൊന്നും പറ്റില്ല. സിദ്ധാന്തം പ്രസംഗിച്ചാൽ മതി, നമുക്കൊക്കെ പ്രസംഗിക്കാം, അതുകൊണ്ട് കാര്യമില്ല. പലതിനോട് ബന്ധപ്പെട്ട് സംഘം ഉണ്ടാവാം.
അപ്പോൾ ഈ ലോകത്തിൽ ലൗകികമായ വിവിധ കർത്തവ്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന അവസരത്തിൽ എങ്ങനെ ഭക്തി ഉണ്ടാവും? അപ്പോഴാണ് 37-ാമത്തെ ശ്ലോകം വരുന്നത്. ലോകേപി ഭഗവത് ഗുണശ്രവണ കീർത്തനാത്. ലോകത്തിലും തന്നെ, ലോകേ അപി, ലോകത്തിലും തന്നെ എന്ന് പറഞ്ഞ അർത്ഥം ലോകത്തിൽ വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങളെ നിർവഹിച്ചുകൊണ്ട് ലൗകിക വൃത്തിയിൽ ജീവിക്കുന്ന സമയത്തും ഭഗവത് ഗുണശ്രവണ കീർത്തനാത്, ഭഗവാന്റെ ഗുണങ്ങളെ കുറിച്ച് ശ്രവണം ചെയ്യുക, കീർത്തനം ചെയ്യുക എന്നുള്ളതിലൂടെ ഭക്തി ഉണ്ടാവും. ഭക്തിയുടെ നവവിധങ്ങളായ മാർഗങ്ങളുണ്ട്. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നിവയാണവ. നമുക്ക് പറയാം, ശ്രവണം, കീർത്തനം വിഷ്ണോർ, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ശ്രവണം, കേൾക്കുക എന്നുള്ളത്, അതാണ് ഒന്നാമത്തെ സാധന. വേറൊന്നും വേണ്ട, കേൾക്കുക, കേൾക്കുക, കേൾക്കുക. എന്ത് കേൾക്കണം? ഈശ്വരീയങ്ങളായ വാക്കുകളെ കേൾക്കണം. എന്ത് കേൾക്കണം? നമ്മുടെ മനസ്സിൽ ശ്രദ്ധയെ ഉണ്ടാക്കുന്ന വാക്കുകളെ കേൾക്കണം, ശുദ്ധിയെ ഉണ്ടാക്കുന്ന വാക്കുകളെ കേൾക്കണം, ഭദ്രങ്ങളായ മംഗളങ്ങളായ വാക്കുകളെ കേൾക്കണം. ഭക്തിശാസ്ത്രങ്ങള്, പുരാണങ്ങള്, ധർമ്മശാസ്ത്രങ്ങള്, ഭഗവത് നാമജപങ്ങള്, മന്ത്രോപാസനകള്, ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കണം. കാരണം എന്താണോ കേൾക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ സംസ്കാരം രൂപപ്പെടുന്നത്. അപ്പൊ ഭഗവാന്റെ ഗുണശ്രവണങ്ങൾ, ഗുണങ്ങളെ കുറിച്ചുള്ള കേൾവികൾ, ഭഗവൻ മഹിമയെ കുറിച്ചുള്ള കേൾവികൾ, ഇതാണ് ആദ്യം വേണ്ടത്. ഇങ്ങനെ ശ്രവിച്ച് 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 ആ സംസ്കാരം നമ്മളിൽ ദൃഢമാകുന്ന സമയത്ത് നമ്മൾ സ്വയം കീർത്തിക്കാൻ തുടങ്ങും. നോക്കൂ, എന്ത് തന്നെ നമ്മൾ കേട്ടനുഭവിച്ച് അത് തനിക്ക് ഏതെങ്കിലും പ്രകാരത്തിലുള്ള ആനന്ദത്തെ തരുന്നുവെങ്കിൽ നമ്മളത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനോ സ്വയം പാടാനോ തുടങ്ങും. ഇല്ലേ? ഇല്ല? ലോക സ്വഭാവം. അപ്പൊ ഏതെങ്കിലും പാട്ട് കേട്ടു എന്ന് വിചാരിച്ചു, നമ്മൾ എത്രയോ പാട്ടുകൾ കേൾക്കുന്നുണ്ടാവും. എന്നാൽ ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് ആനന്ദത്തെ തന്നു എന്ന് വിചാരിച്ചു, നമ്മൾ മോളില്ല. അപ്പൊ വേറൊരാൾ എത്ര നല്ല പാട്ടാന്ന് പറഞ്ഞിട്ടും പ്രയോജനമില്ല. ആ പാട്ട് നമുക്ക് ഹൃദയാനന്ദം തന്നുവെങ്കിൽ ഒരു സംശയമില്ല, നമ്മളൊന്ന് മൂളി പാടും, ഒരു കടുപാട്ട് പാടും, പാടാതിരിക്കില്ല. അവിടെ സംഗീതം പഠിച്ചിട്ടുണ്ടോ? പാടാനറിയോ? ഞാൻ പാടുന്നത് പാട്ടേ ആയിരിക്കില്ല, പക്ഷെ എന്റെ ഭാവനയിൽ അത് ഒന്നാം തരം പാട്ടായിരിക്കും, അല്ലേ? അവിടെ എനിക്ക് ആനന്ദം ഏതെങ്കിലും പ്രകാരത്തിൽ പ്രദാനം ചെയ്തൊരു പാട്ട് ഞാനങ്ങ് പാടും. ഇത് പാട്ടിനെ സംബന്ധിച്ച് മാത്രമല്ല, എല്ലാം തന്നെ എന്ത് നമ്മൾ കേൾക്കുന്നുണ്ടോ ആ കേട്ടത് നമുക്ക് ആന്തരികമായ ആനന്ദത്തെ തരുന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ലാതെ നമ്മൾ സ്വയം പറയും. ആരോടെങ്കിലും എവിടുന്നെങ്കിലും എങ്ങനെയെങ്കിലും പറയും, എപ്പോഴെങ്കിലും പറയും, ഒരു സംശയം അതിനില്ല. ചിന്തിക്കുക. അപ്പൊ സ്വാഭാവികമായി ശ്രവണം എന്തായി? കീർത്തനായി. ശ്രവണം ആന്തരികമായ ആനന്ദത്തെ തന്നിട്ടുണ്ടെങ്കിൽ അത് കീർത്തനമായി മാറും. ഇങ്ങനെ ഭഗവത് ഗുണങ്ങളെ കുറിച്ച് കേൾക്കുക, കീർത്തിക്കുക എന്നുള്ളവയാൽ ഭക്തി ഉണ്ടാവും. ഇത് എന്താ വ്യത്യാസം? ലോകേപി എന്ന് പറഞ്ഞിരിക്കുക, ലോകത്തിലും എന്ന്. അപ്പൊ ആദ്യം പറഞ്ഞത് തത്വ വിഷയത്യാഗാത്, സംഗത്യാഗാത്, അവ്യാവൃത ഭജനാത് എന്നുള്ള മൂന്നെണ്ണവും ഈ ലോകത്തിൽ വിവിധങ്ങളായ കർത്തവ്യങ്ങളെ നിർവഹിച്ചുകൊണ്ട് കഴിയുന്ന കാലത്ത് സാധിച്ചു എന്ന് വരില്ല, അല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പൊ പറയുകയാണ് ലോകേപി, ലോകത്തിലും വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങളെ വഹിച്ചുകൊണ്ട് ഈ ലോകത്തിൽ കഴിയുന്ന സമയത്തും സാധിക്കും. എങ്ങനെ?
ഭഗവത് ഗുണശ്രവണ കീർത്തനാത്. വ്യക്തമാണല്ലോ, വ്യക്തല്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ തസ്യാഹ സാധനാനി ഗായന്തി ആചാര്യാഹ എന്ന ശേഷം 1 വിഷയത്യാഗം കൊണ്ട്, 2 സംഘത്യാഗം കൊണ്ട്, 3 അവ്യാവൃത ഭജനം കൊണ്ട്, ലോകത്തിലാകട്ടെ ഭഗവത് ഗുണശ്രവണ കീർത്തനം കൊണ്ട്. ഇപ്പൊ നമ്മള് നല്ലോണം കേൾക്കുക എന്നുള്ളത് മാത്രമേ ആദ്യം വേണ്ടൂ. ഒരു FM-ന്റെ പരസ്യമില്ലേ, കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഇല്ലേ? ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് അത് ഇങ്ങനെ കേൾക്കാറുണ്ട്. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും, അതാ വേണ്ടു, വേറൊന്നും വേണ്ട. പക്ഷെ എന്ത് കേൾക്കണം എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം എന്താണോ കേൾക്കുന്നത് അതിനനുസരിച്ച് സംസ്കാരം നമ്മളിൽ ഉണ്ടാവുക. എന്താണോ നമ്മൾ നിരന്തരം കേൾക്കണം ആ സംസ്കാരം ഉണ്ടാവുക, അല്ലേ? എന്താ അഭിപ്രായം? അത് നേരത്തെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. സംസർഗജാദോഷ ഗുണാഭവന്തി, സംസർഗത്തിൽ നിന്നാണ് ദോഷഗുണങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ദോഷവും ഗുണമൊക്കെ ഒരാൾക്ക് ഉണ്ടാവുന്നത് സംസർഗത്തിൽ നിന്നാണ്, കൂട്ടുകെട്ടിൽ നിന്നാണ്. ഏതുതരം വർത്തമാനാണോ കേൾക്കുന്നത് ആ വിധത്തിലാ നമ്മൾ പിന്നെ പറയുക. അപ്പോ എന്തിനെ നിരന്തരം കീർത്തിക്കുന്നു അത് സ്വയം, എന്തിനെ നിരന്തരം ശ്രമിക്കുന്നു അത് സ്വയം കീർത്തിക്കും. മനസ്സിലാക്കുക. ഇതാണ് ഭക്തി സാധന. എന്തൊക്കെയാ പറഞ്ഞ? സംഘത്യാഗാത്, വിഷയത്യാഗാത്, അവ്യാവൃത ഭജനാത്, ഭഗവത് ഗുണശ്രവണ കീർത്തനാത്. ഇത്രയും പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് പറയാണ് ഇതൊന്നും അല്ല മുഖ്യ കേട്ടോ. അപ്പൊ ഇതൊന്നും അല്ലേ? ഇതൊക്കെയാണ്, ഇതെല്ലാണ്. ഇതിനേക്കാളൊക്കെ മുഖ്യമായിട്ട് വേറൊന്നുണ്ട്. അതെന്താ? മുഖ്യതസ്തു മഹത് കൃപയൈവ ഭഗവത് കൃപാലേശാദ്വാ. മുഖ്യതസ്തു മഹത് കൃപയൈവ ഭഗവത് കൃപാലേശാദ്വാ. മുഖ്യതഃ തു, മുഖ്യതസ്തു എന്ന് പറഞ്ഞാൽ മുഖ്യതഃ തു, മുഖ്യമായിട്ടാകട്ടെ. തു എന്ന് പറഞ്ഞാൽ ആകട്ടെ. എന്ത് തു? മുഖ്യതഃ, മുഖ്യമായിട്ടാവട്ടെ, പ്രധാനമായിട്ടാവട്ടെ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഭക്തി ഉണ്ടാവാനുള്ള 4 സാധനങ്ങളൊക്കെ പറഞ്ഞു. വിഷയത്യാഗം, സംഘത്യാഗം, അവ്യാവൃത ഭജനം, ഭഗവത് ഗുണശ്രവണ കീർത്തനം എന്നിവ പറഞ്ഞു. എന്നാൽ മുഖ്യമായിട്ട് അതൊന്നും അല്ല. പിന്നെന്താ? മുഖ്യതസ്തു മഹത് കൃപയൈവ, മഹത്തായ മഹാന്മാരുടെ, മഹജ്ജനങ്ങളുടെ കൃപ കൊണ്ട്. ഏവ തന്നെ, മഹജ്ജനങ്ങളുടെ, മഹാജനങ്ങളുടെ കൃപ കൊണ്ട് തന്നെയാണ് മുഖ്യമായിട്ട് ഭക്തി ഉണ്ടാവുന്നത്. സജ്ജനങ്ങളുടെ കൃപ, പരാഭക്തന്മാരായ അല്ലെങ്കിൽ പരമാത്മജ്ഞാനികളായ മഹാപുരുഷന്മാരുടെ കൃപ, അവരുടെ അനുഗ്രഹം, അവരുടെ ആശീർഭാവം, ഇതാണ് ഭക്തിയുടെ കാരണം. അപ്പൊ നേരത്തെ പറഞ്ഞതൊക്കെ വേണം. അതൊക്കെ ഉണ്ടെങ്കിലും ഒട്ടില്ലെങ്കിലും, അല്ലെ? എന്താ അഭിപ്രായം? അതൊക്കെ ഉണ്ടെങ്കിലും ഒട്ടില്ലെങ്കിലും മഹത് കൃപ ഉണ്ടെങ്കിൽ ഭക്തി ഉണ്ടാവും. ജീവിതത്തിൽ എത്രയോ വിപരീതങ്ങളായ ചര്യകളിൽ കഴിഞ്ഞവർ, അത്യാചാരങ്ങളെ ചെയ്ത് കഴിഞ്ഞവരായ പലരും തന്നെ മഹാജനങ്ങളുമായുള്ള സംസർഗം കൊണ്ട് ഒരു സമൂലവും സമഗ്രവുമായ മാറ്റത്തിന് വിധേയരായി വന്നതായി നമുക്ക് കാണാം. എത്ര അത് ഏത് കാലം ആരംഭിച്ചു ആർക്കും പറയാൻ വയ്യ. ഏത് കാലത്ത് അവസാനിക്കും? അവസാനിക്കില്ല, തുടർന്നുകൊണ്ടേയിരിക്കും. മഹാജനങ്ങളുമായിട്ടുള്ള സംസർഗം, അവരുടെ കൃപാനുഭവം, ഇതാണ് മുഖ്യമായി ഭക്തി ഉണ്ടാവാനുള്ള കാരണം. സജ്ജനങ്ങളുടെ, പരാഭക്തന്മാരുടെ. നോക്കൂ, ഈ മഹാജനങ്ങളോട് നമ്മൾ ഇടപഴകുമ്പോൾ അവരോട് എന്താ കേൾക്കാനുണ്ടാവുക? മഹത്തായിട്ടുള്ള വിഷയങ്ങളെ കേൾക്കാനുണ്ടാവും. ഈശ്വരീയമായ വൃത്തിയെ നമ്മളിൽ വളർത്തുന്നതേ കേൾക്കാനുണ്ടാവുള്ളൂ. അപ്പോ
ഈ മഹാജനങ്ങളിൽ നിന്ന് ഇനി കേൾക്കുന്ന വേണം നിർബന്ധമില്ല, കേൾക്കേണ്ട ആവശ്യമില്ല. മഹാജനങ്ങളെ കാണുന്ന മാത്രയിൽ, അവരുമായി ഇടപഴകുന്ന മാത്രയിൽ ദർശനം എല്ലാം കൊണ്ട് സമഗ്രവും സമൂലവുമായ മാറ്റം നമ്മുടെ ഉള്ളിൽ വരും. എത്രയോ ചരിതങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, എത്രയോ ചരിതങ്ങൾ. എത്ര ആൾക്കാരുടെയാ? പ്രസിദ്ധന്മാരായവർ തന്നെ നോക്കൂ. എവിടെയൊക്കെ ഈശ്വരനെ തേടി നടന്നു നരേന്ദ്രൻ. ശ്രീരാമകൃഷ്ണദേവനെ കണ്ടുമുട്ടി, അത് വിവേകാനന്ദനിലേക്കുള്ള ഗതിയായി മാറി. വളരെയധികം വിപരീതമായ വൃത്തികളിൽ ഏർപ്പെട്ട് കഴിഞ്ഞിരുന്ന അക്കാലത്തെ വളരെ പ്രഗത്ഭനായ ജേർണലിസ്റ്റ് ആയിരുന്നു ബാലകൃഷ്ണൻ. അപ്പൊ സന്യാസിമാരുടെ തോന്നിവാസങ്ങളൊക്കെ ഒരു പങ്ക്തിയായിട്ട് എഴുതി പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാ ഹിമാലയത്തിൽ പോയത്. മഹാകള്ളന്മാര് സന്യാസിമാർ, തോന്നിവാസം ചെയ്യുന്നവർ. എന്നാ അവരൊക്കെ വെളിപ്പെടുത്തണമെന്ന്. എന്നാ പിന്നെ ആദ്യം ഏറ്റവും പ്രസിദ്ധൻ തന്നെ ആയിക്കോട്ടെ, ആദ്യം അക്കാലത്ത് ഏറ്റവും പ്രസിദ്ധൻ ശിവാനന്ദ സരസ്വതി സ്വാമികളാണ്. അങ്ങനെയാണ് ബാലകൃഷ്ണ മേനോൻ ഋഷികേശിലെത്തുന്നത്. അറിയപ്പെടുന്ന ജേർണലിസ്റ്റാണ്. പിന്നെ ഹിമാലയം ഇറങ്ങിയത് എങ്ങനെയാ? ചിന്മയാനന്ദ സ്വാമികളായിട്ടാ. ആലോചിച്ച് നോക്കൂ, ലോകം മുഴുവൻ വേദാന്ത പ്രചരണം ചെയ്ത ചിന്മയാനന്ദ സ്വാമികളായിട്ടാണ് ഇറങ്ങിയത്. വലിയ ഒരു വൈദ്യ കുടുംബം, അവിടെ വൈദ്യ കുടുംബത്തിൽ ജനിച്ച ആള്. അപ്പോ ഈ വിഷവൈദ്യം കൂടി ഒന്ന് പഠിക്കണം എന്ന് നിശ്ചയിച്ചു. അപ്പൊ വിഷവൈദ്യത്തിൽ ഏറ്റവും ഗൂഢങ്ങളായ വിഷയങ്ങൾ അറിയുന്ന ആളാണ് ചട്ടമ്പിസ്വാമി തിരുവടികൾ. എന്നാ പിന്നെ ചട്ടമ്പിസ്വാമിയുടെ അടുത്തേക്ക് പോവാം, എന്തിനാ? വിഷവൈദ്യം പഠിക്കാൻ വേണ്ടി. അങ്ങനെയാ പിൽക്കാലത്ത് നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളായ ആൾ. ഒറ്റ തോട്ടത്തിന് ചട്ടമ്പിസ്വാമി പറഞ്ഞു, ഇത് വലിയ വിഷമിറക്കണ വിദ്യ പഠിക്കണം. ഈ സർപ്പത്തിന്റെ വിഷമിറക്കണ വിദ്യ അല്ല പഠിക്കേണ്ടത്, വലിയ വിഷമിറക്കണ വിദ്യ അത് പഠിക്കണം. പിന്നെ 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 വിഷവൈദ്യം കൊണ്ടൊന്നും വേണ്ട, പിന്നെ വലിയ വിഷം ഇറക്കാനുള്ള, ഈ സംസാര വിഷം ഇറക്കാനുള്ള വൈദ്യരായി മാറി. അതായത് നീലകണ്ഠ തീർത്ഥപാദ സ്വാമികൾ കേരളത്തിന്റെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട ശിഷ്യനായി. ഇങ്ങനെ എത്ര 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 പേര് കുടിച്ച് നശിക്കുന്ന, കുടുംബം നശിക്കുന്ന അവസ്ഥയിലായിരുന്നു, സ്വയം നശിക്കുന്ന അവസ്ഥയിലായിരുന്നു ഗിരീഷ് ചന്ദ്ര. ശ്രീരാമകൃഷ്ണദേവനെ ബന്ധപ്പെട്ടു. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, അത്യാവശ്യമൊക്കെ ഒന്ന് കുടിച്ചോ, കുഴപ്പമില്ല, പക്ഷെ പിടി എനിക്ക് തരണം. പിടി പരമഹംസദേവന്റെ അടുത്ത് കുടി അയാക്കും. എന്തായി? അവസാനം വലിയ ഭക്തനായി മാറി. ആയിരക്കണക്കിന് ജീവിതങ്ങളെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മഹാന്മാരുമായുള്ള സംഘം നമ്മളിൽ ഉണ്ടാക്കുന്ന പരിവർത്തനം ചെറുതല്ല എന്ന് മനസ്സിലാവും. മഹത് കൃപയൈവ. അതിൽ മുഖ്യമായും ഭക്തി ഉണ്ടാവാനുള്ള വഴി മഹത് കൃപയാണ്, മഹാന്മാരുടെ കൃപയാണ്. ഭഗവത് കൃപാലേശാദ്വാ. ഭഗവത് കൃപാലേശം കൊണ്ടുപോവാം. ഭഗവാന്റെ കൃപ ഒരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഭക്തി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഇത് എളുപ്പമല്ല ഭക്തി ഉണ്ടാവുക എന്നാണ്. പലപ്പോഴും നമ്മൾ ഈ ഭക്തി ഉണ്ടാവുക എന്നുള്ളതിനെ പുറമെ പല ലക്ഷണങ്ങളെ കൊണ്ടൊക്കെ അളക്കാൻ നോക്കും, ഇല്ലേ? അതെ, ബാഹ്യങ്ങളായ മോടികളും അലങ്കാരങ്ങളും അതും ഇതും വേണ്ടെന്നല്ല പറഞ്ഞു, അതൊക്കെ വേണം. ശരിയായ ആന്തരികമായ ഭക്തി എന്താന്ന് തന്നെ മനസ്സിലാകാൻ കഴിയാതെ പോകും. ശുദ്ധമായ ഭക്തി, അത് പുറമെ പ്രദർശനാത്മകമായതല്ല. ആ ഭക്തി ഭഗവത് കൃപ ലേശം കൊണ്ടേ കിട്ടും, ഈശ്വരകൃപ ഉണ്ടെങ്കിലേ കിട്ടും. അടുത്തതായി ചോദിക്കട്ടെ, ഈശ്വരകൃപയും മഹാജനങ്ങളുടെ കൃപയും രണ്ടാണോ? അല്ല. യാതൊരു കാരണം കൊണ്ട് മഹാത്മാക്കൾ ഈശ്വര സ്വരൂപികളാണോ, അതുകൊണ്ട് ഭേദമില്ല.
അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈശ്വര കൃപ, മഹാന്മാരുടെ കൃപ, ഇതുകൊണ്ടാണ് മുഖ്യമായി ഭക്തി ഉണ്ടാവുന്നത്. മുഖ്യമായിട്ട് അതുകൊണ്ട് ഇവയെ നേടാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണെന്നർത്ഥം. മുഖ്യതസ്തു മഹത് കൃപയൈവ ഭഗവത് കൃപാലേശാദ്വാ. എത്താണല്ലോ ഇല്ലേ? ചിന്തിച്ചു നോക്കൂ. അതാണ് മുഖ്യമായിട്ട് ഭക്തി ഉണ്ടാവാനുള്ള മാർഗം. ഭഗവാന്റെ കൃപ, കൃപാലേശം. ഉള്ളിലിരുന്ന് സർവത്തിലേക്കും പ്രേരണ തരുന്നതായ ആ മഹാപ്രഭു ചോദന, പ്രേരണ സദ്വിഷയത്തിലേക്ക് തരുമ്പോഴാണ് നമ്മൾ സദ്വിഷയത്തിൽ പ്രവർത്തിക്കുന്നത്. ചിന്തിക്കുക. അതുകൊണ്ട് മഹത് കൃപയാ ഭഗവത് കൃപാലേശാത് വാ, ഇങ്ങനെയാണ് ഭക്തി ഉണ്ടാവുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ തത്വവിഷയത്യാഗാത്, സംഘത്യാഗാത്, പിന്നെ അവ്യാവൃത ഭജനാത് ഒക്കെ പറഞ്ഞതാണേ, വിസ്തരിച്ച് പറഞ്ഞതാ. ലോകേപി ഭഗവത് ഗുണശ്രവണ കീർത്തനാത് മുഖ്യവസ്തു മഹത് കൃപയാ ഭഗവത് കൃപാലേശാത് വാ, ഭഗവത് കൃപാലേശം കൊണ്ടും എന്നത്. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് ഭക്തി ഉണ്ടാവുന്നതിന് കാരണമായിരിക്കുന്നത് മഹാജനങ്ങളുടെ സംഘമാണെന്ന് തോന്നുന്നു. സത്സംഗം, മഹാസംഘം. മഹാസംഘം അല്ലെങ്കിൽ സത്സംഗമാണ് പരാഭക്തി ഉണ്ടാവുന്നതിന് കാരണം. ഇത് പറയുമ്പോഴാണ് മഹത് സംഘത്തിന്റെ വലിയൊരു ക്ലേശം ചൂണ്ടിക്കാണിക്കുന്നത്. എന്താ ക്ലേശം? പറയാണ്, മഹത് സംഘസ്തു ദുർലഭോ ഗമ്യോ മോഘശ്ച. മുറിച്ചു പറയാം. മഹത് സംഘ തു ദുർലഭ അഗമ്യ അമോഘ ച. ഒന്നുകൂടി പറയാം. മഹത് സംഘ തു ദുർലഭ അഗമ്യ അമോഘ ച. മഹത് സംഘ തു, തു എന്ന് പറഞ്ഞ ആകട്ടെ, മഹത് സംഘമാകട്ടെ. ഇത് മഹത് സംഘമാകട്ടെ എന്ന് പറഞ്ഞാൽ മഹാജനങ്ങളുമായിട്ടുള്ള സംഘമാകട്ടെ. എളുപ്പമല്ല. ആദ്യം പറയുന്നു ദുർലഭ, ദുർലഭമാണ്. ഇതെന്തുകൊണ്ട് ശ്രദ്ധിക്കണം. രണ്ടാമത് പറയുന്നു അഗമ്യ, അഗമ്യമാണ്. മൂന്നാമത് പറയുന്നു അമോഘ, അമോഘമാണ്. ആദ്യം പറയാം ദുർലഭമാണ്. മഹത് സംഘം ദുർലഭമാണ്. എന്തുകൊണ്ട്? അനേക കോടി ജനങ്ങളിൽ ഒരാളാണ് ശരിയായ തത്വവിജ്ഞാനിയായി, ശരിയായ മഹാത്മാവായി തീരുന്നത്. അനേക കോടിയിൽ ഒരാളെ ഉണ്ടാവും ശരിയായ മഹാത്മാവ്. അത് ആരാ, എന്താ, ഏതാണെന്ന് നമുക്കറിയില്ല. അറിയോ? പുറത്തുനിന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ ഒന്നുറപ്പിച്ച് പറയാം, അനേക കോടിയിൽ ഒരാളെ ഉണ്ടാവും. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദപി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിത് മാം വേത്തി തത്വതഃ. മനുഷ്യന്മാരിൽ അനേകായിരം പേരിൽ ഏതോ ഒരാളാണ് തത്വജ്ഞാനത്തിനായിക്കൊണ്ട് പരിശ്രമിക്കുന്നത്. അല്ല ആർക്കപ്പം ഇതൊക്കെ നേരമുള്ളേ? ആർക്കപ്പം ഇതൊക്കെ വേണ്ടു? ഈ പരമമായ സത്യത്തെക്കുറിച്ച്, ഈശ്വരനെ കുറിച്ച് ചിന്തിക്കണം. എന്തിനപ്പം ഇതൊക്കെ? ആലോചിക്കില്ലല്ലോ. ഈ ലോകത്തിൽ എന്തൊക്കെ വർത്തമാനങ്ങളും വിഷയങ്ങളുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ? അങ്ങനെ പലതിന്റെ പിന്നാലെ കൊരുക്കപ്പെട്ട് കഴിയുകയാണ്. പലതിന്റെ പിന്നാലെ. അപ്പൊ പിന്നെ ഈ തത്വജിജ്ഞാസുക്കൾ എത്ര കുറച്ചേ ഉണ്ടാവുള്ളൂ? തത്വജിജ്ഞാസുക്കൾ അത്രയും കുറച്ചാണെങ്കിൽ അതിൽ നിന്ന് തത്വജ്ഞാനികൾ എത്ര കുറച്ചേ ഉണ്ടാവുള്ളൂ? എല്ലാ പരീക്ഷണങ്ങളും കടന്ന്
വിജയിച്ച് സ്വാനുഭൂതി സമ്പന്നന്മാരായി പോകുന്ന മഹാപുരുഷന്മാര് ദുർലഭങ്ങളിൽ വെച്ച് ദുർലഭമാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എത്ര ദുർലഭമാണ് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ദുർലഭമാണ്. രണ്ട്, അങ്ങനെയുള്ളവരെ ദുർലഭമാണ്. അങ്ങനെയുള്ളവരെ ലഭിക്കുക എന്നുള്ളത് അതിനേക്കാൾ ദുർലഭം. മഹാത്മാക്കള് ദുർലഭം, അവരെ ലഭിക്കുക എന്നുള്ളത് ദുർലഭം. ശ്രവണായാപി ബഹുഭിർയോ ന ലഭ്യ ശൃണന്തോപി ബഹവോയം ന വിദ്യുഃ. ഉപനിഷത്ത് പറയും, ഈ കേൾക്കാൻ പോലും കിട്ടുന്നില്ലാന്നേ ബഹുഭൂരിപക്ഷം പേർക്കും. ഒക്കെ നാട്ടുവർത്താനം പറഞ്ഞിരിക്കാൻ മാത്രമേ ആഭിമുഖ്യം ഉണ്ടാവുള്ളൂ. അതെ, നാട്ടുവർത്താനങ്ങൾ പറഞ്ഞിരിക്കുക, അതിലൊരു സുഖ, അത്രയേ ഉള്ളൂ. ഇതിലൊരു നേരം പോക്ക് ഓർമ്മിക്കുകയാണ്. ഇപ്പോഴൊന്നും അല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു നേരം പോക്ക. നമ്മള് കൊളത്തൂരിൽ വരുന്നത് 1990-ലാണ്. ആ വർഷം ഒരു സ്ഥലത്ത് ഒരു സ്ഥിരം ക്ലാസ് തുടങ്ങി. ഒരു ക്ഷേത്രത്തോടനുബന്ധിച്ചാണ്. ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീമദ് ഭാഗവതമാണ് വിഷയം. അപ്പോ അവിടെ നിന്ന് ഏറെ ദൂരെ നിന്നല്ലാതെ ഒരു കൂട്ടർ ഇതറിഞ്ഞ് ചിദാനന്ദപുരി സ്വാമിയെ കാണാൻ വേണ്ടി വന്നു. നമുക്കതൊന്നും അറിയില്ല കേട്ടോ. കാരണം ക്ലാസ്സിന് അന്ന് കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. ആകെ 10 പേരുണ്ടായ മെച്ചായി. അത്രയും കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അന്നത്തെ കേരളത്തിന്റെ സ്ഥിതി ശരിക്കും ആലോചിക്കണം. അപ്പൊ ഇവര് ഈ രണ്ടാമത് കാണാൻ വന്ന കൂട്ടർ എന്താ വെച്ചാ, അവിടെ ധാരാളം സത്സംഗങ്ങളൊക്കെ നടന്നൊരു സ്ഥലമാണ്. പക്ഷെ സന്ദർഭവശാൽ പിന്നീട് ആ സത്സംഗങ്ങൾക്ക് മുടക്കം വന്നു. അപ്പോഴാണ് ആരോ പറഞ്ഞു കേട്ടു, ഇങ്ങനെ ചെറുപ്പക്കാരൻ സ്വാമി വന്നിട്ടുണ്ട്. അന്ന് ചെറുപ്പക്കാരൻ സ്വാമിയാ, യുവസന്യാസി, അതൊക്കെ അന്നത്തെ പേര്. അങ്ങനെ ഒരമ്മയും വേറെ ഒരാളും കൂടി, അവർ 2 പേരും ഇന്ന് നമ്മളെ കൂടെ ഇല്ലാട്ടോ. 2 പേരും പോയി. അവർ പിന്നീട് ആശ്രമമായിട്ട് അങ്ങേയറ്റം ബന്ധപ്പെട്ട ആശ്രമത്തിന് വേണ്ടി പ്രവർത്തിച്ചവരായി മാറിയിട്ടുണ്ട് പിന്നീട്. അതിരിക്കട്ടെ, ഈ 2 പേരും കൂടി വന്നു. അപ്പൊ അവര് എന്തിനാ വന്നേച്ചാൽ ഈ പ്രഭാഷണം കേൾക്കാനല്ല, പഠിക്കാനല്ല, നാട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നാട്ടിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് കേട്ട് കളയാം വിചാരിച്ചിട്ടാണ് അവർ വന്നത്. സന്ദർഭവശാൽ അവര് വന്ന ദിവസം പറയണത് ചതുശ്ലോകി ഭാഗവത, വേദാന്തത്തിന്റെ പരമമായിട്ടുള്ള ഉപദേശ. അവർ ക്ഷണിക്കാതെ പോയി. അവർ ക്ഷണിക്കാതെ പോയിട്ട് അവരുടെ പ്രദേശത്ത്, നിങ്ങൾ ക്ഷണിച്ചോ സ്വാമിയെ? ഒരു മധുരവും ഇല്ല, അതിന് ഒരു മധുരവും ഇല്ല. അത് നമ്മുടെ നാട്ടിലേക്ക് പറ്റില്ല, വേണ്ട എന്ന് നമ്മൾ അറിയണില്ല കേട്ടോ, അറിയണേ ഇല്ല. അതൊക്കെ പിന്നീട് അവർ പറഞ്ഞതാ, ഇങ്ങനെയൊക്കെ ഉണ്ടായി സ്വാമി, ഒരു മധുരവും ഇല്ല എന്നാണ്. അങ്ങനെ അവർ വേണ്ടാച്ചു. കുറച്ച് കഴിഞ്ഞ് ഈ ക്ഷണിക്കാൻ വന്ന 2 പേരിൽ ഒരാള്, അയാൾ കുറച്ചൊരു എന്താ പറയേണ്ടത്, അങ്ങനെ പറയില്ല, ഒരു സ്ട്രോങ് ഹിന്ദുത്വത്തിന്റെ ആളാണെന്നാണ്. ഇപ്പോഴത്തെ പുതിയ ഭാഷ പറഞ്ഞ സ്വാഭിമാന ഹിന്ദു. നമ്മളൊന്നും പതിൽപ്പെട്ടതല്ല. നമ്മളൊക്കെ ഇപ്പൊ വേറെ ഹിന്ദു, സവർണ ഹിന്ദുവാണ് ഇപ്പോൾ. അതാണ് സവർണ സന്യാസിപ്പെട്ടതാ. മറ്റേ സ്വാഭിമാന ഹിന്ദു. അങ്ങനെ പല ജാതിയാപ്പോ ഈ ഇന്റർനെറ്റിന്റെ വ്യാപനത്തോട് കൂടി. ആരാ സവർണ സന്യാസി എന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെയൊക്കെയാ പുതിയ പറച്ചിലുകൾ. ഏതായാലും അപ്പൊ ഇയാള് ഒറ്റയ്ക്ക് നമ്മളൊരു പ്രഭാഷണം കേൾക്കാനിടയായി. സന്ദർഭവശാൽ
അന്ന് ഇയാൾക്ക് അങ്ങേയറ്റം പിടിക്കേണ്ട ഒരു പ്രസംഗം അച്യുതാനന്ദപുരി സ്വാമി ചെയ്യണം. എന്തോ ചിലപ്പം മുസ്ലിമിനെയും ക്രിസ്ത്യാനിയൊക്കെ തെറി പറഞ്ഞിട്ടുണ്ടാവും, എന്താണെന്ന് അറിയില്ല. ഇയാൾക്ക് വളരെ പിടിച്ചു, ഇത് പറ്റിയ സ്വാമിയാണ്. ശരി, അയാൾ പോയി മറ്റിടത്ത് പോയിട്ട് പറഞ്ഞു, നമുക്ക് അയാളെ തന്നെ വിളിക്കണം പുറത്തേക്ക്, നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ആളാണ്, ഒരു പ്രശ്നമില്ല. അപ്പം മറ്റേ അമ്മയ്ക്ക് ഇഷ്ടമായില്ല. അത് പറ്റില്ല എൻ്റെ ഉണ്ണി എന്നായി, അത് പറ്റില്ല എൻ്റെ ഉണ്ണി എന്നായി. മറ്റേ ഈ എൻ്റെ ഉണ്ണി എന്ന് പറഞ്ഞ ഉണ്ണി കേൾക്കാതെ ഈ അമ്മ വേറൊരു സ്ഥലത്ത് വന്നു. ഈ അമ്മ ഒരു വല്ലാത്തൊരു പരാഭക്തയായിട്ടുള്ള അമ്മയാണ്, ഭക്തിയുടെ ഒരു ഭാവമാണ്. പക്ഷെ ആ ഭക്തിയുടെ ഭാവത്തിൽ കുറച്ച് കഥകളും കുറച്ച് തമാശയൊക്കെ വേണം. അപ്പൊ അവര് വേറൊരു സ്ഥലത്ത് വന്നപ്പോ അന്ന് എന്തോ തമാശ പറഞ്ഞ് ചിരിക്കുകയാണ്. എല്ലാരും ചിരിക്കുന്നുണ്ട്, പറയണ നമ്മളും ചിരിക്കുന്നുണ്ട്, കേൾക്കുന്ന ആൾക്കാരും ചിരിക്കുന്നുണ്ട്, ഒക്കെ കൂടി നല്ലൊരു ഉത്സവമായിട്ട് അങ്ങനെ ഇരിക്കുക. ആകെ 10-20 പേരേ ഉള്ളൂ, എന്നാലും എല്ലാരും ചിരിക്കുക. ഈ അമ്മയ്ക്ക് വലിയ പിടിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വീണ്ടും വന്ന്, അപ്പോഴത്തേക്ക് അവർ ആശ്രമത്തിൽ വന്ന് വിളിച്ചു, അവരുടെ നാട്ടിലേക്ക് പോയി. പിന്നെ അവിടെ സ്ഥിരം ക്ലാസ് ഉണ്ടായിരുന്നു, കുറേ കൊല്ലം ക്ലാസ് ഉണ്ടായി, അവിടെ അന്തര്യോഗങ്ങൾ ഉണ്ടായി, ഒട്ടനവധി പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടായി. അങ്ങനെ അവർ ക്ഷണിച്ചിട്ട് ആദ്യം നമ്മൾ പോയ ദിവസം എന്താണ് അന്നൊന്നും അറിയില്ല കേട്ടോ, ഈ കഥയൊന്നും നമുക്കറിയില്ല. ഇവർ വന്നതും ഇഷ്ടപ്പെടാഞ്ഞതും പിന്നെ ഇഷ്ടപ്പെട്ടതും ഒന്നും നമ്മളറിയില്ല. അന്ന് അവിടെ എന്തോ ഒരു വിഷയം അവർ വെച്ചു, എന്താ വിഷയം എന്ന് ഓർമ്മയില്ല. പക്ഷെ പ്രസംഗിച്ചപ്പോ നമ്മൾ ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണത്രേ, അതും അവരാ പറഞ്ഞത്, നമുക്കറിയില്ല. ചിലർക്ക് ഈ പ്രഭാഷണങ്ങളിൽ വളരെ മധുരം വേണമെന്നുള്ളവരുണ്ട്, ഒരു മധുരം ഇല്ല എന്നുള്ളവർ പറഞ്ഞത് മധുരം വേണമെന്നുള്ളവരുണ്ട്. ഈ മധുരം അധികമായാൽ പ്രമേഹം വരും അത്രേ. അങ്ങനെ പറയണ കേൾക്കുന്നുണ്ട്, എനിക്കറിയില്ലേ, അങ്ങനെ പറയണ കേൾക്കുന്നുണ്ട്. ഈ പ്രഭാഷണങ്ങളിൽ മധുരം അധികമായാൽ പ്രമോഹം വരും. ഭക്ഷണത്തിൽ മധുരം അധികമായ വരുന്ന പ്രമേഹമാണ്, പ്രഭാഷണത്തിൽ മധുരം അധികമായ പ്രമോഹം വരും. ഈ മോഹം ഇല്ലാണ്ടാക്കാനാണ് നമ്മൾ ഇതൊക്കെ പഠിക്കാൻ പോണത്, അല്ലാണ്ട് മോഹം ഉണ്ടാക്കാനല്ല. അപ്പൊ ഇവർക്ക് തോന്നി ഇത് ഞങ്ങളെ ഒന്ന് കുത്തിയതാണല്ലോ സ്വാമി, ഞാൻ അത് അറിയേയില്ല. അപ്പൊ അന്ന് സ്വാമി ഞങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു സ്വാമി. ഞാൻ എന്ത് ചെയ്തു? അല്ല, ഞങ്ങൾ സ്വാമിയുടെ പ്രഭാഷണത്തിൽ മധുരമില്ല എന്ന് പറഞ്ഞിട്ടല്ലേ സ്വാമി നിങ്ങൾ പറഞ്ഞ ഞാൻ അറിയോ? ഞാൻ അറിയില്ല, ഇത് വായിൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്, ദുഷ്ടിയുടെ നാവാണ്, അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയും എന്ന് പറഞ്ഞു. അവരെ ചിന്തിക്കുക, പല മാനദണ്ഡങ്ങൾ നമ്മൾ കൽപ്പിക്കും, പല മാനദണ്ഡങ്ങൾ കൽപ്പിക്കും. പലപ്പോഴും നമ്മൾ പേരിന്റെയും പ്രശസ്തിയുടെ പിന്നാലെയാ പോവുക. പേരും പ്രശസ്തി ഉള്ളത് കൊണ്ട് ഒരാൾ മഹാനാന്ന് അർത്ഥമുണ്ടോ? ഇല്ല എന്നർത്ഥമുണ്ടോ? രണ്ടുമില്ല. ഒരാൾ ഭ്രാന്തനെ പോലെ കഴിയുകയാണ്, ഉന്മത്തനെ പോലെ കഴിയുകയാണ്, മൂഢനെ പോലെ കഴിയുകയാണ്, ബാലനെ പോലെ കഴിയുകയാണ്, അതുകൊണ്ട് അയാൾ മഹാൻ അല്ല എന്നർത്ഥമുണ്ടോ? ഇല്ല. നമുക്കറിയില്ല, അത്രേ പറയാൻ പറ്റും. ഒന്നും അറിയില്ല ഭഗവാനെ. ചിന്തിക്കുക. പലപ്പോഴും നമ്മളൊക്കെ ഈ ലോകപ്രസിദ്ധിയുടെയും മറ്റും പേര് പോകും. എഴുതിയ പുസ്തകങ്ങളുടെ എണ്ണം, ശിഷ്യന്മാരുടെ എണ്ണം, പേര്, പ്രശസ്തി, അത് ഇത്, ഇങ്ങനെയൊക്കെ പലതിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മള് പെട്ടത് തന്നെയാണ്. ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം നമ്മളുടെ ഒരു മാനദണ്ഡം കൊണ്ട് നമ്മളൊരു ചിത്രം വരച്ചു വെച്ചിട്ടുണ്ടാവും, അതിന് യോജിച്ച മഹാനായി, ഇല്ലെങ്കിൽ മഹാനല്ല. സാക്ഷാൽ ശങ്കരാചാര്യോട് വേണമെങ്കിൽ നമ്മൾ പോയി ചോദിക്കും, ഇന്നത്തെ കാലത്ത് വിജ്ഞാനികളായവരുണ്ടോ, എന്നാരെങ്കിലും കണ്ടുണ്ടോ എന്ന് സാക്ഷാൽ ശങ്കരാചാര്യോട് നമ്മൾ ചോദിക്കും. അതേസമയത്ത് ചില എന്താ പറയേണ്ടത്, ചില ചമൽക്കാരങ്ങളും വെട്ടും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അപ്പൊ പോയി വീഴുകയും ചെയ്യും. ഇല്ല, ഉണ്ട്, തമാശ പറയല്ല. ഞങ്ങൾ 2-3 പേരുണ്ട്, സ്വാമിയാര് ഇല്ല, നമ്മുടെ കൂടെ ഇപ്പൊ ഇല്ല കേട്ടോ, പോയി. അപ്പൊ അദ്ദേഹം കുളിയൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് സിന്ദൂരം കയ്യിലിട്ടിട്ട് ഇങ്ങനെ വരയ്ക്കുക. എത്ര നേരം വരയ്ക്കണതാ, എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരച്ചു. ഞാൻ ചോദിച്ചത് എന്താ സ്വാമി ഇത്? നല്ല തേജസ് ഉണ്ടാവും സ്വാമി, 4 ആള് വലിയ തേജസ്യാന്ന് വിചാരിച്ചോളൂ. ആ, എന്ത് ചെയ്യാ? തേജസ് കുങ്കുമം കൊണ്ടുണ്ടാവുന്ന തേജസ്സാ, ഭസ്മം കൊണ്ടുണ്ടാവുന്ന തേജസ്സാ, ചന്ദനം കൊണ്ടുണ്ടാവുന്ന തേജസ്സാ? എന്തൊരു കഷ്ട പറയണത്.
പക്ഷെ നമ്മൾ അതിലേക്കാ വീണ്ടും പോവുക. നമ്മളിങ്ങനെ നടന്നു പോണ കാലത്ത് ഈ പണ്ഡർപൂർ ഭാഗത്ത് കുറെ സന്യാസിമാർ സാധുക്കളെ ഭിക്ഷാടനം ചെയ്യുന്നവർ ധാരാളം പേരുണ്ട്. ഇങ്ങനെ അമ്പലത്തിനടുത്ത് ഇരിക്കുന്ന നടയിൽ ഇരിക്കുന്നവർ പലരും ഉണ്ട്. അതിൽ ഒരാൾക്ക് ഒരുപാട് പൈസ കിട്ടും. ബാക്കിയുള്ളവർക്കൊക്കെ 2 റുപ്യൊക്കെ കിട്ടുകയായിട്ട് ഇയാൾക്ക് 10-20 റുപ്യൊക്കെ കിട്ടും. എപ്പോഴും ഭക്തന്മാരാ. ഇത്രയാ ജഡമുള്ള ഇത്ര ഉണ്ട് ജഡ. അപ്പൊ അയാളുടെ കളിയും നടത്തെല്ലാം കൂടി അന്ന് നമ്മൾ കുറച്ച് ചെറുപ്പാന്ന് കൂട്ടിക്കോളൂ, എന്തോ ഒരു സുഖക്കേട്, ഒരു പന്തികേട് തോന്നിയിട്ടുണ്ട്. അതൊന്ന് കണ്ടുപിടിക്കണമല്ലോ എന്നായി. അന്ന് സന്യസിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, സന്യാസം സ്വീകരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ കാഷായ വസ്ത്രത്തിലാണ്, കാവി കളറുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് പോവുക, സഞ്ചരിക്കുക. അതൊരമ്മ ഉപദേശിച്ചാൽ നീ തെണ്ടികള് വെള്ള വസ്ത്രം എടുത്ത് പോകാൻ പാടില്ല, കാവി കൊടുക്കണം എന്ന്. അങ്ങനെയാണ് തെണ്ടി ആയതുകൊണ്ട് കാവിയാക്കിയത്. അപ്പോ ഒരു ദിവസം ഒരു കുസൃതി ആർക്കും തോന്നാലോ. അങ്ങനെ ഇയാളുടെ പിന്നാലെ, ഇയാൾ കുളിക്കാൻ പോകുമ്പോൾ ഇയാളെ പിന്നാലെ പോയി. അപ്പൊ ഇയാൾ എല്ലാവരും കുളിക്കുന്ന സ്ഥലത്തല്ല കുളിക്കുക, ദൂരെയാ പോവുക, ഭീമാ നദിയിൽ വളരെ ദൂരെ പോകും. അങ്ങനെ പാത്ത് പതുങ്ങി പിന്നാലെ അയാൾ അറിയാതെ പോയി. അങ്ങനെ ചില കുട്ടിയാകുമ്പോൾ തന്നെ ഒളിച്ചു കളിക്കലൊക്കെ ശീലമുള്ളത് കൊണ്ട് ഒളിക്കാനൊക്കെ അറിയാം. അപ്പൊ ഇയാള് പുഴയുടെ എടുത്തെത്തി ആരും ഇല്ലല്ലോ നോക്കി, ആരുമില്ല. തലേന്ന് ഇത് കണ്ട് കെട്ടഴിച്ച് നമ്മള് ഈ ഇതില്ലേ എന്താ പറയുക, തെർമോക്കോള്, വലിയ തെർമോക്കോളിന്റെ ഒരു കഷ്ണം, എന്നിട്ട് അതിന്റെ പുറത്തു കൂടിയാണ് കുറച്ച് ജട ചുറ്റിയിട്ട് പുറത്തൊരു തുണിയൊക്കെ ചുറ്റി വലിയ എത്ര ഉള്ള ജടയാക്കിയിരുന്നത്. എന്താ ചെയ്യുക? പക്ഷെ ഇതാണ്ട് കണ്ടു കഴിഞ്ഞാൽ അതിൽ വീണു. വലിയ പ്രശ്നമാണത്. ഇനി അതുകൊണ്ട് അയാൾ മഹാൻ അല്ലാന്നർത്ഥമുണ്ടോ? അതുമില്ല. മഹാൻ ആണെന്നർത്ഥമുണ്ടോ? അതുമില്ല. അത് ചുരുക്കി പറഞ്ഞാൽ ഈ ദുർലഭ എന്നുള്ളതിന് അനേക അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥമല്ല, കണ്ടുകിട്ടുക എളുപ്പമല്ല. ദുർലഭ. നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ ഒരു സ്വാധീന ശക്തിയായി തീർന്നൊരു അമ്മ ഉണ്ടായിരുന്നു. ആ അമ്മ ഉപദേശിച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് വെള്ള വസ്ത്രം മാറ്റി കളർ വസ്ത്രമൊക്കെ ആക്കിയത്. ആ അമ്മ ഇരിക്കുന്ന ഗുഹേന്റെ പുറത്ത് കല്ല് കൂട്ടിയിട്ടിട്ടുണ്ട്. എന്തിനാ? എണ്ണം പഠിക്കാനല്ല, ആ വരുന്ന ആൾക്കാരെ എറിയാനാ. എറിഞ്ഞ് ഓടിക്കും. പിന്നെ ഭ്രാന്തി എന്നുള്ള ലൈസൻസ് ഉള്ളതുകൊണ്ട് പ്രശ്നമല്ല, എറിഞ്ഞാൽ കേസും ഇല്ല, എറിഞ്ഞാരും ഒന്നും പറയുകയില്ല. കാരണം ഭ്രാന്തിയാണ്. നീ എന്തിനാ ഭ്രാന്തിന്റെ അടുത്ത് പോയതെന്നല്ലേ ചോദിക്കുള്ളൂ. എന്താ അഭിപ്രായം? ഒരു ഭ്രാന്തിന്റെ അടുത്ത് ഏറ് കിട്ടിയെന്ന് ചോദിച്ചു, ആരെങ്കിലും അവരെ കുറ്റം പറയുമോ? നീ എന്തിനാ അവരുടെ അടുത്ത് പോയത്? അവരിരിക്കുന്ന അടുത്തേക്ക് നീ പോയതെന്തിനാ? അതുകൊണ്ടല്ലേ ഏറ് കിട്ടിയത്. കിട്ടണം, നന്നായി എന്ന് പറയും. കാരണം ഭ്രാന്തി എന്നുള്ളൊരു ലൈസൻസ് ഉണ്ട്. അമ്മ പറഞ്ഞ ഓരോ വാക്കും മനസ്സിലാക്കണമെങ്കിൽ അനേക വേദാന്ത വാക്യങ്ങൾ വേണം. അത്ര വലിയൊരു ജ്ഞാനിയായിരുന്നു. ഇതൊന്നും കഥ പറയാന്ന് കൂട്ടരുത്. പക്ഷെ ആളെ അകറ്റാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യും. അങ്ങനെ ഭ്രാന്തിമാരായിട്ട് അഭിനയിക്കും. പലതരത്തിലാണ്. ചിലര് മധുരമായിട്ട് ആകർഷിക്കാൻ വെക്കണം അഭിനയിക്കും, ചിലർ അകറ്റാൻ വേണ്ടി പ്രയോഗിക്കും, ചിലര് വിരുദ്ധമായ പെരുമാറ്റങ്ങൾ ചെയ്യും. ഒരു ദിവസം നല്ല പ്രേമപൂർവ്വം, പിറ്റേന്ന് നമ്മൾ തിരിഞ്ഞു നോക്കില്ല, പോടാ എന്നുള്ള മട്ടിലേക്ക്. അപ്പൊ ഇതൊക്കെ കൊണ്ട് നമുക്ക് ദുർലഭ. കാരണം നമ്മളെടുത്ത് അളക്കാൻ ചെറിയ യാഡ് സ്റ്റിക്കേ ഉള്ളൂ. ഇത് വെച്ചിട്ടാണ് നമ്മൾ അളക്കുക. അതുകൊണ്ട് ദുർലഭ. ശരി, രണ്ടാമത് പറയുകയാണ് അഗമ്യ. അഗമ്യ, പ്രാപിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളെ അങ്ങോട്ട് അടുപ്പിക്കാത്ത ഒരു കട്ടിയുള്ള ആവരണം ധരിച്ചിട്ടുണ്ടാവാം. ചകരിയും കഴിഞ്ഞ്, അതിന്റെ പുറന്തോടും കഴിഞ്ഞ്, ചകരിയും കഴിഞ്ഞ്, ചിരട്ടയും കഴിഞ്ഞ്, എന്നിട്ടാണ് മധുരമുള്ള കാതല്. ഇതൊക്കെ ആയിട്ട് കടന്നു കിട്ടണ്ടേ? ആദ്യത്തെ പൊട്ടലും ചീത്തലും ഒക്കെ കണ്ടാൽ തന്നെ നമ്മൾ ഓടും, പിന്നെയല്ലേ ബാക്കി. പിന്നെ നേരത്തെ പറഞ്ഞ വിഷയം എവിടെയും ബാധക. നമ്മളെ മാനദണ്ഡത്തിന് യോജിക്കാതെ വരുമ്പോ, അതെ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്,
വളരെ കഷ്ടപ്പെട്ട് അനേക ദിവസം യാത്ര ചെയ്തൊരു മഹാപുരുഷനെ കാണാൻ വേണ്ടി തമിഴ്നാട്ടിലേക്ക് പോയ 4 ചെറുപ്പക്കാര് പറഞ്ഞില്ലേ? ആ, അവര് ഇന്നത്തെ കണക്കിന് പാലക്കാട്, തൃശ്ശൂർ ജില്ലയുടെ ആ ഭാഗങ്ങളിൽ നിന്നാ പോയത്. അന്ന് ട്രെയിൻ ആകെ ഒരു മംഗലാപുരം മദ്രാസ് മെയിലുണ്ട്, ഒറ്റ വണ്ടിയുള്ളൂ. അത് കഴിഞ്ഞ് എത്രയോ ദിവസം നടന്നും കാളവണ്ടി പോയിട്ടൊക്കെയാണ് ഈ ചിദംബരത്ത്, ഈ ക്ഷേത്രത്തിനടുത്ത്, ഈ മഹാത്മാവ് താമസിക്കുന്നിടത്ത് എത്തുന്നത്. 5-6 ചെറുപ്പക്കാര് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പോയത്. അപ്പൊ അവിടെ എത്താൻ നേരത്തെ എന്താണ്, തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കണതാ അവർ കേൾക്കണത്. ഉടനെ ഇവര് വിലയിരുത്തി, എന്ത് ഇത് മഹാത്മാവ് അല്ല. ആണെങ്കിൽ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുക, തമാശയൊക്കെ പറഞ്ഞിട്ട് താൻ ഈ ലൗകികമായിട്ടുള്ള തമാശ പറഞ്ഞ് ചിരിക്കുകയെ. അവര് കാണാണ്ട് പോകുന്നു. കാരണം മഹാത്മാക്കളാണെച്ച മുഖമൊക്കെ വെറുപ്പിച്ച്, വത്സ എന്താണ് വേണ്ടത്, വേണമെങ്കിൽ സംസ്കൃതം കൂടി ആയ കേമായി. ചിരിക്കാൻ പാടില്ല, ചിരിച്ചാ പോയി. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി വെച്ചോളൂ, എന്ത് ചെയ്യും. ഈ അമേരിക്കയില് കുറച്ചു കാലം സ്വാമിജി വിവേകാനന്ദ സ്വാമികള് തിരക്കിട്ട കാര്യപരിപാടികൾ, നിത്യം 3-4 പ്രസംഗങ്ങൾ, വളരെ ക്ഷീണിതനായിട്ട് കുറച്ചു ദിവസം പ്രഭാഷണമൊന്നും ഇല്ലാതെ വിശ്രമിച്ചൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോ സാമാന്യെന്നും പറഞ്ഞാൽ പോരാ, അതിനും ഇതായിട്ട് പറയുന്ന തരം എങ്ങനെയാ പദം വന്നതെന്നൊന്നും എനിക്കറിയില്ല. മലയാളത്തിൽ ഈ പൈങ്കിളി സാഹിത്യം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കേട്ടില്ലേ? എന്താ പൈങ്കിളി സാഹിത്യം അറിയോ? ആർക്കെങ്കിലും അറിയോ? എനിക്കറിയില്ല. എന്നൊക്കെ പറയണ ടൈപ്പ് ഇംഗ്ലീഷിലുള്ള നോവലുകൾ വായിച്ച് കുലിങ്ങി, കൊടവയറ് കുലിങ്ങി ചിരിക്കുന്ന സ്വാമിജി ഉണ്ട്. ചിരിക്കുക മാത്രമല്ല, ബാക്കിയുള്ളവരെ വിളിച്ച് ഇതാ അപ്പോൾ അത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അത് വായിച്ച് കേൾപ്പിക്കും. വിവേകാനന്ദ സ്വാമിയോ? അതെ, അങ്ങനെ ഒരു മുഖം അവിടെ ഉണ്ട്. നമ്മളറിയണ, സാധാരണ അറിയണ മുഖം അല്ലാതെ. ഇതൊക്കെ മിസ് മേരി ലൂയിസ് ബർഗ്, സ്വാമി വിവേകാനന്ദ ഇൻ ദി വെസ്റ്റ് ന്യൂ ഡിസ്കവറീസ് എന്ന് ബൃഹത് വാളികളിൽ ഇറങ്ങിയിട്ടുണ്ട്. 6 എണ്ണം. ഇത്തരം രഹസ്യങ്ങളൊക്കെ ലേഖനം എഴുതിയിട്ടുണ്ട്. ചിന്തിക്കുക. ഇത് ഒരു മുഖാണോ അത്? അയ്യേ, ഇതൊക്കെയാ സന്യാസി. അതിനർത്ഥം മനസ്സിലാക്കുക. അപ്പോ ദുർലഭ, അഗമ്യ, അങ്ങോട്ട് അടുത്തേക്ക് പോകാൻ പറ്റില്ല, പല കാരണങ്ങളെ കൊണ്ട് മുടക്കും. അഗമ്യ, അഗമ്യ, ഗമിക്കാൻ കഴിയാത്ത. മഹാസംഘം അങ്ങോട്ട് ഗമിക്കാൻ പറ്റില്ല മഹാനെ. ഇപ്പൊ ദുർലഭമാണ്, അഗമ്യമാണ്. ഈ 2 ന്യൂനതകളെയും ജയിച്ച് എങ്ങനെയെങ്കിലും പ്രാപിച്ചാലോ അമോഘശ്ച, അതിന് വിലമതിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തെ സമൂലം സമഗ്രം അത് മാറ്റിമറിക്കും. പുതിയ വെളിച്ചത്തെ നമുക്ക് നൽകും. പുതിയ വെളിച്ചത്തെ നമുക്ക് നൽകും. ഇന്നലെ വരെ നമ്മൾക്കുണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾ മുഴുവൻ മാറും. നമ്മൾ പലപ്പോഴും മഹാന്മാരെ കുറിച്ച് പലതരം ദൂഷിത ഭാവനകളും സൂക്ഷിച്ചവരായിരിക്കും. എന്തുകൊണ്ട്? അറിയാത്തതുകൊണ്ടാണ്. പക്ഷെ അറിഞ്ഞു കഴിഞ്ഞാൽ, അടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. അമോഘശ്ച, വിലമതിക്കാനാവാത്ത. അതിന്റെ മൂല്യം എത്രയാണെന്ന് പറയാൻ കഴിയാത്ത അങ്ങേയറ്റം ശ്രേഷ്ഠമാണ് മഹത് സംഘം. അപ്പൊ എന്താ പറഞ്ഞത്? മഹത് സംഘസ്തു ദുർലഭ അഗമ്യ അമോഘശ്ച. ഇതാണല്ലോ, ഇല്ലേ? വ്യക്തല്ലേ? അപ്പോഴാ വേറൊരു പ്രയാസം കൂടി വരുന്നത്. അതെന്താ? ലഭ്യതേപി തത്കൃപയൈവ. ലഭ്യതേ അപി തത്കൃപയൈവ. ലഭിക്കുന്നുവെങ്കിൽ തന്നെ അത് അവിടുത്തെ കൃപ കൊണ്ടാണ്. ഒരു മഹാത്മാവിന്റെ സംഘം ലഭിക്കുന്നുവെങ്കിൽ അത് അവിടുത്തെ കൃപ കൊണ്ടാണ്.
അല്ലാതെ നമ്മള് എന്ത് തന്നെ ചെയ്താലും മഹത്സംഗം ലഭിച്ചോളണം എന്നില്ല. അവിടുത്തെ കൃപ നമ്മളിൽ ഉണ്ടെങ്കിലേ ലഭിക്കൂ. അപ്പൊ ചിലപ്പോ നമുക്ക് സംശയം തോന്നും, അതെങ്ങനെയാ അത്? ആ കൃപയ്ക്ക് പാത്രമാവുന്നതിലൂടെയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കൃപയ്ക്ക് പാത്രമാകുന്നതിലൂടെയാണ്. എങ്ങനെയാ കൃപയ്ക്ക് പാത്രമാകുന്നേ? സത്കർമ്മ പരിപാകാത്തേ കരുണാനിധിനോദ്ധൃതാഹ എന്ന് വിദ്യാരണ്യ സ്വാമികൾ ഈ വിഷയം പറയുന്നുണ്ട്. സത്കർമ്മങ്ങളുടെ പൂർണ്ണതയിൽ അല്ലെങ്കിൽ പരിപാകാവസ്ഥയിൽ, നമ്മൾ ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ആ ഒരു പരിപക്വ ഭാവം നമ്മളിൽ വരുമ്പോഴാണ് നമ്മൾ മഹാജനങ്ങളുടെ കൃപയ്ക്ക് പാത്രമാകുന്നത്. അത് പാകമായിട്ടുണ്ടോന്ന് പാകം അറിയുന്നവർക്ക് അറിയും, ഇല്ലേ? ഇല്ല, പാകം അറിയാത്തവർക്ക് അറിയോ? ഇപ്പൊ നമ്മൾ താഴേന്ന് തെങ്ങിന്റെ മുകളിലേക്ക് നോക്കുക, 1, 2, 3 കൊല ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അത് എല്ലാം തേങ്ങയാന്ന് വിചാരിക്കും നമ്മൾ. അറിയുന്ന ആൾക്കൊറ്റ നോട്ടത്തിന് അറിയും അത് തേങ്ങയാണ്, അത് ഇളനീരാണ്, അത് കരിക്കായിട്ടേ ഉള്ളൂ, മറ്റത് കരിക്കും ആയിട്ടില്ല എന്ന് നോക്കുന്ന ആൾക്കറിയും, ഇല്ലേ? അറിയാത്ത ആളാണെങ്കിലോ, കഴിഞ്ഞ ദിവസം ഒരാൾ തേങ്ങ പറിക്കണത് നമ്മൾ രസകരമായി നോക്കി നല്ല ആസ്വദിച്ചു കിട്ടുക. ഇയാൾ ഓരോന്നും പറിച്ച് കുലുക്കി വെക്കുക. ഓരോന്നും പറിച്ചിട്ട് കുലുക്കിയിട്ട് താഴത്തേക്ക് ഇടും. അത് വളരെ ശ്രദ്ധിച്ചാൽ ഇടണം കേട്ടോ. അത് സമ്മതിച്ചേ മതിയാവും. ഇടണമൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടാ. പക്ഷെ ഓരോന്നും പറിച്ച് കുലുക്കി. എന്തിനാണ്? ഒരു കൊലയിൽ ഒന്ന് കുലുക്കിയാൽ പോരെ? പോരാ, ആ കൊലയിൽ ചിലരെ ഒഴിവാക്കും. അങ്ങനെ കുലുക്കും. ഇങ്ങനെ കുലുക്കിയിട്ട് എന്നിട്ടേ പറക്കുള്ളൂ. ഇരുന്നിട്ട് ഇങ്ങനെ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും കുലുക്കണത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഉണ്ടോ? ഒറ്റ നോട്ടത്തിന് അറിയാം, ഒരു ഒറ്റവട്ട. മറ്റത് ഒരു കൊലയിൽ തന്നെ ഇങ്ങനെ ചെരിച്ച് ഇരുന്നിട്ട് ചെവിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കുലുക്കിയിട്ട് പറക്കുക. ചിലർക്ക് കുലുക്കിയാലും മനസ്സിലാവില്ല, പിന്നെയല്ലേ? ഇല്ലേ? ശരിയല്ലേ? കുലുക്കിയാലും മനസ്സിലാവില്ല തേങ്ങയായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒന്നും കുലുക്കണ്ട, അതുകൊണ്ട് കുറച്ചോളം താഴെ നോക്കി പറയുന്ന ആൾക്കാരുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പൊ സത്കർമ്മ പരിപാകം എന്നുള്ളത് വിജ്ഞാനിയായ ഒരു മഹാപുരുഷന് കാണുന്ന മാത്രമേ മനസ്സിലാവൂ. അപ്പോ ഇയാൾ കൃപയ്ക്ക് പാത്രമായി തീരുകയാണ്. ലോകത്തിൽ വേറൊരാളുടെ ദൃഷ്ടിയിൽ സംശയം ഉണ്ടോ? അതെങ്ങനെയാ അയാൾ കൃപയ്ക്ക് പാത്രമായി? ഞാൻ എത്ര കാലമായി പണിയെടുക്കണം, ഞാൻ എത്ര ദക്ഷിണ കൊടുത്തു അയാൾക്ക്, എന്നിട്ട് എനിക്ക് കൃപ ഉണ്ടായിട്ടില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. ചിന്തിക്കുക. അതുകൊണ്ട് ഈ മഹത്സംഗം ലഭിക്കുന്നത് പോലും തത്കൃപയൈവ, അവിടുത്തെ കൃപ കൊണ്ടാണ്. ആ കൃപ അകസ്മാത് ഉണ്ടാവുന്നതല്ല, സത്കർമ്മ പരിഭാഗം കൊണ്ട് നമ്മൾ തന്നെ നമ്മളിൽ ആർജിക്കുന്നതാണ് എന്ന് കൂടി സാന്ദർഭികമായി മനസ്സിലാക്കണം. ഇതാണ് ആ ഒരു തസ്യാഹ സാധനാനി ഗായന്തി ആചാര്യാഹ എന്നുള്ള ആ ഒരു പ്രകൃതം. ഇവിടെ എന്തുകൊണ്ട് തത്കൃപയൈവ? ഇനി തത്കൃപയാ ഏവ എന്നുള്ളതിന് വേറൊരർത്ഥമുണ്ട്. അതുകൂടി പറഞ്ഞാൽ അടുത്ത സൂത്രം ഘടിക്കൂ. തത്കൃപ എന്ന് പറഞ്ഞാൽ ഈശ്വരകൃപ. ഈശ്വരകൃപ കൊണ്ട് മാത്രമേ മഹാപുരുഷന്മാരെ നമുക്ക് ജീവിതത്തിൽ കിട്ടൂ. മഹാപുരുഷന്മാരെ നമുക്ക് കിട്ടണമെങ്കിൽ ഈശ്വരകൃപ വേണം, അല്ലെങ്കിൽ കിട്ടില്ല. പലപ്പോഴും ബാഹ്യങ്ങളായ പലതിലും നമ്മൾ പെട്ടുപോയെന്നത് പെട്ടത് തന്നെയാണ്. പിന്നെ രക്ഷപ്പെടാൻ പറ്റുക? ഇല്ല, പെട്ടത് തന്നെയാണ്. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നുണ്ട്, വലിയ തവളയെ ചെറിയ നീർക്കോലി പിടിച്ചു അകത്താക്കാൻ പറ്റുമോ? ഇല്ല. പിടി വിടാൻ തോന്നുമോ? ഇല്ല. ഇതാണ് പാമ്പിന്റെ സ്ഥിതി. ഇനി തവളയുടെ സ്ഥിതിയോ? ഒന്നുകിൽ ജീവിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ചത്താൽ മതിയായിരുന്നു. രണ്ടുമില്ല. പിടി വലി. ശ്രീരാമകൃഷ്ണദേവന്റെ പല സന്ദർഭത്തിലും ഇത് പറഞ്ഞിട്ടുണ്ട്, ഒരു സന്ദർഭത്തിലല്ല. നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ നല്ല നേരം പോക്കാ.
നേരിട്ട് കണ്ടത്. ഈ തവള പ്രാണായാമമൊക്കെ ചെയ്ത് അങ്ങോട്ട് വലുതാവും. അപ്പൊ പിന്നെ ഇതിന് വിഴുങ്ങാൻ പറ്റില്ല, കുറേ നേരം നിൽക്കും. അപ്പൊ അത് കഴിഞ്ഞ് ഇതിപ്പോ എല്ലാം വിടാൻ നോക്കും. അപ്പൊ തവള ചെറുതാവും. അപ്പൊ വിഴുകാൻ നോക്കും. അപ്പൊ വലുതാവും. എത്ര മണിക്കൂറാ കളി കളിച്ചതാ. അവസാനം വിട്ടു തവള വേറെ വഴിക്ക് പോയി, പാമ്പിന്റെ വഴിക്കും പോയി. ഒരു മണിക്കൂറിലധികം അവർ തമ്മിൽ കളി ഉണ്ടായി. നല്ല രസമായിരുന്നു കാണാൻ. പറയുന്ന അർത്ഥം മനസ്സിലാക്കി. ഓരോന്നിൽ പോയി പെട്ട് കഴിഞ്ഞാൽ പെട്ടു തന്നെയാ. അപ്പോ ശരിയായ മഹത്കൃപ എന്നുള്ളത് തത്കൃപയൈവ. മഹത്സംഗം ലഭിക്കണമെങ്കിൽ ഈശ്വരകൃപ വേണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഈശ്വരകൃപ നേരത്തെ പറഞ്ഞ പോലെ സത്കർമ്മ പരിപാകം കൊണ്ടേ സിദ്ധിക്കൂ. അതുകൊണ്ട് ജീവിതത്തിൽ നല്ല കർമ്മങ്ങൾ ആവുന്നത് ചെയ്യാം. എവിടെ സേവാപ്രവർത്തനങ്ങൾ ചെയ്യാമോ, എവിടെ കഷ്ടപ്പാടും ദുഃഖവും ക്ലേശവും ഉണ്ടോ അവിടെ നമ്മുടെ പങ്ക് എത്തുക. എവിടെ ദുഃഖിക്കുന്നൊരു ഹൃദയം ഉണ്ടോ അവിടെ നമ്മുടെ സാന്ത്വനം എത്തുക. ഒരു നല്ല വാക്ക്, ഭക്ഷണം, വെള്ളം എന്ന് വേണ്ട എന്താണോ ആവശ്യം നമുക്ക് സാധിക്കണം നമ്മൾ പങ്കുവയ്ക്കുക. മനുഷ്യന് മാത്രമല്ല, എല്ലാത്തിനും എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക. അങ്ങനെ സത്കർമ്മം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അധികാരം പാത്രത്വം വർദ്ധിക്കും. അതിൽ യാതൊരു സന്ദേഹവും ഇല്ല. അങ്ങനെ ഈശ്വരകൃപയിലൂടെ മാത്രമേ മഹത് സംഘം ലഭിക്കൂ എന്നാണ് ഈ പ്രകൃതത്തിൽ പറയണത്. ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം